ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്സിൽ 9ാമത്തെ പാഠം തുല്യമായ കൂട്ടം എന്നതിലെ 151ാമത്തെ പേജ് മുതലാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മറ്റ് സബ്ജക്റ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണ്ടവർ ചാനലിൽ കയറി പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. പിന്നെ നിങ്ങൾ ക്ലാസ് ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ചോക്ക് നിർമ്മാണം. പ്രവൃത്തി പരിചയ ക്ലബ്ബ് ഉണ്ടാക്കിയ ചോക്ക് ഓരോ പെട്ടിയിലും 10 എണ്ണം വീതമാണ് നിറച്ചത്. ഉണ്ടാക്കിയ 9 പെട്ടി ചോക്കും 6 എണ്ണവും സ്കൂളിലെ 8 ക്ലാസ്സിലേക്ക് തുല്യമായി വീതിച്ചു കൊടുത്തു. അപ്പോൾ മക്കൾ ചോദ്യം ശ്രദ്ധിക്കുക. ഓരോ പെട്ടിയിലും 10 എണ്ണം വീതമാണ് നിറച്ചിട്ടുള്ളത്. അങ്ങനത്തെ 9 പെട്ടി ചോക്കും 6 എണ്ണവുമാണ് ഉള്ളത്. അപ്പോൾ എത്രയായി? 9 പെട്ടി ചോക്കായാൽ 90 അല്ലേ? 1ൽ 10 ആവുമ്പോൾ 90, പിന്നെ 6 എണ്ണവും ആവുമ്പോൾ 96 ആണ് ഉണ്ടാവുക. അതിന് എത്ര ക്ലാസ്സിലേക്കാണ് തുല്യമായി വീതിച്ചു കൊടുത്തിട്ടുള്ളത്? 8 ക്ലാസ്സിലേക്കാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ? ഓരോ ക്ലാസ്സിലും എത്ര ചോക്ക് വീതമാണ് കിട്ടിയത് എന്ന് നോക്കാം. ജാൻവി കണക്കാക്കിയത് നോക്കൂ. 10 ചോക്ക് വീതമുള്ള 9 പെട്ടിയിൽ ആകെ എത്ര ചോക്കുണ്ട്? 90 അല്ലേ? 10 ഗുണിക്കണം 9 90 പിന്നെ 6 ചോക്ക് കൂടി ചേർത്താലോ ആകെ എത്ര ചോക്കുണ്ട്? 90 കൂട്ടണം 6 96. ഇനി ഓരോ ക്ലാസ്സിലും എത്ര ചോക്ക് കിട്ടിയെന്ന് എങ്ങനെ കണക്കാക്കും? അതിന് പല വഴികളുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പോൾ 96 ചോക്കാണ് മൊത്തമുള്ളത്. അപ്പം നമുക്ക് 8 ക്ലാസ്സിലേക്കാണ് തുല്യമായി വീതിക്കേണ്ടത്. അപ്പോൾ 96നെ 8 കൊണ്ട് ഹരിക്കാം. 96നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാ കിട്ടുന്നത്? 12 ആണല്ലേ? അതായത് 10 8 80, 11 8 88, 12 8 96. അപ്പം നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടുമല്ലോ. ഇനി മറ്റൊരു രീതിയിൽ എങ്ങനെ ചെയ്യാം? 96നെ നമുക്ക് 80 കൂട്ടണം 16 എന്ന് വിഭജിക്കാം. അപ്പോൾ 80നെ 8 കൊണ്ട് 8 ക്ലാസ്സിലേക്ക് തുല്യമായി വീതിച്ചാൽ 10 എണ്ണം കിട്ടും. 16 എണ്ണത്തിനെ 8 ക്ലാസ്സിലേക്ക് തുല്യമായി വീതിച്ചാൽ 16 ഹരിക്കണം 8 2 കിട്ടുക അല്ലേ? അതായത് 8 2 16. അപ്പോൾ 10ഉം 2ഉം കൂട്ടിയാൽ 12. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഓരോന്നോ 2 എണ്ണമൊക്കെ വെച്ചിട്ട് 8 ക്ലാസ്സിലേക്കും ആദ്യം കൊടുക്കാം. വീണ്ടും ഒരു 4 എണ്ണമൊക്കെ വെച്ച് കൊടുക്കുക. വീണ്ടും ഒരു 6 എണ്ണം വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ കൊടുത്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഓരോ ക്ലാസ്സിനും 12 എണ്ണം വീതമാണ് കിട്ടുക. അതായത് 12 ഗുണിക്കണം 8 96. എല്ലാ ക്ലാസ്സിലേക്കും ഓരോ പെട്ടി വീതം കൊടുക്കാൻ കഴിയുമോ? കഴിയും അല്ലേ? അതായത് 9 പെട്ടിയുണ്ട്, 8 ക്ലാസ് അല്ലേ ഉള്ളത്. അപ്പോൾ ഓരോ ക്ലാസ്സിലേക്കും ഒരു പെട്ടി ചോക്ക് വീതം കൊടുത്താൽ ആകെ എത്ര ചോക്ക് കൊടുക്കണം? 8 ക്ലാസ്സിലേക്ക് ഓരോ പെട്ടിയിലും 10 ചോക്കാണുള്ളത്. അപ്പോൾ 8 ഗുണിക്കണം 10 80 ചോക്ക് കൊടുക്കണം അല്ലേ? ബാക്കി എത്ര ചോക്കുണ്ട്? 96ൽ നിന്ന് 80 ചോക്ക് പോയാൽ ബാക്കി 16 ചോക്കാണ് ഉള്ളത്. ഇവ 8 ക്ലാസ്സിലേക്കും തുല്യമായി കൊടുത്താൽ ഒരു ക്ലാസ്സിന് എത്ര ചോക്ക് കിട്ടും? 16നെ 8 കൊണ്ട് ഹരിക്കണം അല്ലേ? അപ്പോൾ 2 ചോക്കാണ് ഒരു ക്ലാസ്സിന് കിട്ടുക. അപ്പോൾ നമുക്ക് 10 ചോക്ക് വീതം 8 ക്ലാസ്സിലേക്ക് കൊടുത്താൽ 80 ചോക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ 8 ഗുണിക്കണം 10 80. ബാക്കി 16 എണ്ണം ഉണ്ട്. ഇവ 2 എണ്ണം വീതം 8 ക്ലാസ്സിലേക്ക് കൊടുത്താൽ 16 എണ്ണം കൊടുക്കാം. അതായത് 96നെ 8 കൊണ്ട് ഹരിക്കുക എന്നത്. അപ്പോൾ 96 ഹരിക്കണം 8 സമം 80 ഹരിക്കണം 8 പ്ലസ് 16 ഹരിക്കണം 8. അതായത് 10 കൂട്ടണം 2 സമം 12. അപ്പോൾ നമ്മൾ ചെയ്ത് തന്നെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇനി താഴെ ഹരണത്തിൻ്റെ രീതി തന്നത് നോക്കിക്കേ. 96നെ നമുക്ക് 8 ക്ലാസ്സുകളിലേക്കാണല്ലോ കൊടുക്കേണ്ടത്. അപ്പം മുകളിൽ 8 എന്ന് എഴുതിയിട്ടുണ്ട്. 96നെ 8 കൊണ്ട് നമുക്ക് ഹരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക. 96ൽ പോകുന്നത് 10 എടുക്കാമല്ലോ.
10 എത്രയാ 80 അപ്പോൾ അത് താഴെ എഴുതി. 96 നിന്ന് 80 കുറച്ചപ്പോൾ 16. 16 എത്ര 8 ഉണ്ട്? 2 8 16. അപ്പോൾ 16 16 കുറച്ചാൽ 0. അപ്പോൾ അതിൻ്റെ സൈഡിൽ അതിൻ്റെ ഓരോ ക്രിയകൾ തന്നിട്ടുണ്ട്. അതായത് 8 ഗുണിക്കണം 10 80. പിന്നെ 96 നിന്ന് 80 കുറച്ചപ്പോഴാണ് 16 കിട്ടുന്നത്. പിന്നെ 8 ഗുണിക്കണം 2 16. അതായത് ടോട്ടൽ 96 ഹരിക്കണം 8 സമം 12. അതായത് 10ഉം 2ഉം 12 ആണല്ലോ. അത് നമുക്ക് 8 ഗുണിക്കണം 12 സമം 96 എന്നും മനസ്സിലാക്കാം കേട്ടോ. അപ്പം അതന്നെയാണ് സൈഡിൽ തന്നിട്ടുള്ളത്. ഇനി പസിൽ കോർണർ തന്നിട്ടുണ്ട്. എൻ്റെ സഞ്ചിയിൽ കുറേ മാമ്പഴമുണ്ട്. പകുതി എണ്ണം മാമന് കൊടുത്തു. ബാക്കിയുള്ളതിൻ്റെ പകുതി കൂട്ടുകാരന് കൊടുത്തു. മിച്ചമുണ്ടായിരുന്ന 5 എണ്ണം അയൽക്കാരനും കൊടുത്തു. സഞ്ചിയിൽ ആദ്യം എത്ര മാമ്പഴമുണ്ടായിരുന്നു? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. കൂട്ടുകാരന് കൊടുത്ത പകുതിക്ക് ശേഷം ബാക്കി വന്നത് 5 എണ്ണമാണ് അല്ലേ? അതാണ് അയൽക്കാരന് കൊടുത്തത്. അപ്പോൾ കൂട്ടുകാരന് കൊടുക്കുന്നതിന് മുമ്പ് എത്ര ഉണ്ടായിട്ടുണ്ടാവും? 10 എണ്ണം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? 10ൻ്റെ പകുതിയല്ലേ കൊടുത്തത് കൂട്ടുകാരന്. അപ്പോൾ ആ 10 എണ്ണാകുമ്പോൾ വേറൊരു 10ഉം കൂടാണല്ലോ പിന്നെ ഉണ്ടാവുക. അപ്പോൾ മാമന് കൊടുത്ത പകുതിക്ക് ശേഷം ബാക്കി ഉണ്ടായിരുന്നത് 10 എണ്ണാണ്. അതായത് ആദ്യം ഉണ്ടായിരുന്നത് 10ഉം 10ഉം 20. അപ്പൊ അത് ശരിയാണോ നോക്കാം. സഞ്ചിയിൽ 20 മാമ്പഴാണ് ഉള്ളതെന്ന് വെക്കാം. അതിൽ പകുതി മാമന് കൊടുത്തു. 10 എണ്ണം മാമന് കൊടുത്തു. ബാക്കി പിന്നെ എത്രയുണ്ടാവുക? 10 എണ്ണം ഉണ്ടാവും. അതിന്റെ പകുതി 5 എണ്ണം കൂട്ടുകാരന് കൊടുത്തു. പിന്നെയോ പിന്നെ മിച്ചമുള്ളത് എത്രയാ? 5 എണ്ണം തന്നെ. അപ്പൊ 5ഉം 5ഉം അല്ലേ മിച്ചുണ്ടാവുക. ഒരു 5 എണ്ണം കൂട്ടുകാരനും ഒരു 5 എണ്ണം അയൽക്കാരനും കൊടുത്താല് 10 എണ്ണാണ്. അത്ര നോക്കിയാൽ മതി. 10 എണ്ണാണ്. അപ്പോൾ ആ ഒരു പകുതി തന്നെയാണ് ആർക്കും കൊടുത്തിട്ടുള്ളത്? മാമനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 10ഉം 10ഉം 20 മൊത്തം സഞ്ചിയിലുള്ളത് കേട്ടോ. ഇനി കളർ പെൻസിൽ. മേന്മ സ്റ്റോറിൽ നിന്നും ഇഷാൻ 20 കളർ പെൻസിൽ വാങ്ങി. ഒരു പെൻസിലിന് 4 രൂപയാണ് വില. ആകെ എത്ര രൂപ ചിലവായി? അപ്പം നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ. 20 ഗുണിക്കണം 4 ചെയ്താൽ മതി അല്ലേ? അതിന് നിങ്ങൾക്ക് 10 ഗുണിക്കണം 4 കൂട്ടണം 10 ഗുണിക്കണം 4 അങ്ങനെ എളുപ്പത്തിന് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ 4 ഗുണിക്കണം 2 ചെയ്തിട്ട് 20ൻ്റെ 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ 2-3 രീതി ഞാനിവിടെ കൊടുക്കാം. മക്കൾക്ക് ഇഷ്ടമുള്ളത് എടുത്തെഴുതാം. 76 രൂപയ്ക്കാണ് ശ്രദ്ധ കളർ പെൻസിൽ വാങ്ങിയത്. ആകെ എത്ര പെൻസിൽ വാങ്ങി? എങ്ങനെ കണക്കാക്കാം? ഒരു കളർ പെൻസിലിന് 4 രൂപയാണെന്ന് മുകളിൽ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 76 രൂപയ്ക്ക് ശ്രദ്ധ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിന് എങ്ങനെയാണ് കണക്കാക്കുക? അല്ല, ആകെ എത്ര പെൻസിൽ വാങ്ങിയെന്ന് എങ്ങനെ കണക്കാക്കാം? 76നെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പം നമുക്ക് നോക്കാം എത്ര 4 76 എന്ന് ഗുണനപ്പട്ടിക വെച്ച് ചൊല്ലി നോക്കിക്കേ. 10 4 40 അല്ലേ? 20 4 80. അപ്പോൾ 80 ഉണ്ടോ? ഇല്ല, 76 അപ്പോൾ ഒരു 4 കുറവുണ്ട്. അപ്പോൾ 20 4 80 എങ്കിൽ ഒരു 4 കുറവാകുമ്പോൾ എത്രയായി? 19 4 76. മനസ്സിൽ തന്നെ ചെയ്യാലോ. അപ്പോൾ താഴെ അതന്നെ തന്നിട്ടുണ്ട്. 80 ഹരിക്കണം 4 സമം 20 അല്ലേ? അപ്പോൾ 80 4 കുറയ്ക്കുമ്പോൾ 76 കിട്ടുന്നത്. അപ്പോൾ 76നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്രയായിരിക്കും? ഒരു 4 കുറവുള്ളത്. അപ്പോൾ 19 ആയിരിക്കും. ഇനി 60 ഹരിക്കണം 6 തന്നിട്ടുണ്ട്. 60നെ 6 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? എത്ര 6 60 എന്ന് നോക്കിയാൽ മതി. 10 അല്ലേ? അപ്പോൾ 60ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ 54. അങ്ങനെയെങ്കിൽ 54നെ 6 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 9 അല്ലേ? 9 54. അടുത്തത് 60 ഹരിക്കണം 3 എത്രയാന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാ? 60നെ 3 കൊണ്ട് ഹരിച്ചാൽ 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2 അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ 60ൻ്റെ 0 ഇട്ട് കൊടുത്താൽ മതി. 20. അപ്പോൾ 60 ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ 20. അപ്പോൾ 60നോട് 3 കൂട്ടിയാൽ എത്രയാ? 63. അപ്പോൾ 63നെ 3 കൊണ്ട് ഹരിച്ചാലോ? 60നെ 3 കൊണ്ട് ഹരിക്കുമ്പം 20 ആണെങ്കിൽ 63നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 21. ഒരു 3 കൂടെ കൂടുന്നുണ്ട് അല്ലേ? അതുപോലെ
60നെ 6 കൊണ്ട് ഹരിച്ചാൽ എത്രയാ മക്കളെ? 16 60 അല്ലേ? അപ്പോൾ 10. ഇനി 60നോട് 12 കൂട്ടിയാൽ എത്രയാ? 12 എന്ന് പറയുന്നത് 2 6 അപ്പോൾ 2 6 കൂട്ടി. അപ്പോൾ എത്ര കിട്ടും? 72. അങ്ങനെയെങ്കിൽ 72നെ 6 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 60നെ 6 കൊണ്ട് ഹരിച്ചപ്പോൾ 10 ആണെങ്കിൽ 2 6 കൂട്ടുമ്പോൾ 12 ആയിരിക്കും കേട്ടോ. ഇനി 60 ഹരിക്കണം 3 സമം 20 ആണല്ലോ. ഇനി 60ൽ നിന്ന് 3 കുറച്ചു, അപ്പോൾ 57. അങ്ങനെയെങ്കിൽ 57നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 60നെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ 20 ആണെങ്കിൽ ഒരു 3 കുറയുമ്പോൾ അല്ലേ? അപ്പോൾ എത്രയാവും? 19. 80നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 20 അല്ലേ? അപ്പോൾ 80നോട് 4 കൂട്ടിയാലോ? 84. 84നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു 4 കൂടിയത് കൊണ്ട് 21. ഇനി 60 ഹരിക്കണം 3 എത്രയാ? 20. 60ലേക്ക് 9 കൂട്ടിയാൽ 69. അപ്പോൾ എത്ര 3 കൂട്ടി? 3 കൂട്ടി അല്ലേ? 3 അല്ലേ 9. അപ്പോൾ 69 ഹരിക്കണം 3 എത്രയാ? ഇവിടെ 69 ഹരിക്കണം 6 എന്നാണ് തന്നിട്ടുള്ളത്, അത് തെറ്റിപ്പോയതാട്ടോ. 69നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 23. 20നോട് 3 പ്രാവശ്യം കൂട്ടുന്നുണ്ടല്ലോ, അപ്പോൾ 23 കിട്ടുക. അടുത്തത് ഞാനൊന്ന് ചെയ്ത് നോക്കിക്കേ. 50നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 10 അല്ലേ? അതായത് 10 5 50. അപ്പോൾ നമ്മൾ 50ലേക്ക് ഒരു 20 അങ്ങോട്ട് കൂട്ടി. 20 കൂട്ടിയാൽ എത്ര 5 കൂട്ടുന്നതെന്ന് നമ്മൾ മനസ്സിൽ കാണണം. 4 5 20. അപ്പോൾ 50ഉം 20ഉം എത്രയായി? 70 അപ്പോൾ 50നെ 5 കൊണ്ട് ഹരിച്ചപ്പോൾ 10. അപ്പോൾ 70നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? ഒരു 20ഉം കൂടാണ് കൂട്ടിയത്. 4 5ഉം കൂടിയാണ് കൂട്ടി. അപ്പം 14. 10ഉം 4ഉം 14. ഇതുപോലെ ഒരുപാട് വർക്കുകൾ ചെയ്ത് നോക്കുക. അപ്പോൾ മക്കൾക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ ബാക്കി ഭാഗം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.